മക്കളെ, നമ്മൾ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ √2 √3 അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസിൽ പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്കതുമായിട്ട് കംഫർട്ടബിൾ ആവും. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ സാറ് പറയുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ സാർ എടുക്കുന്നുള്ളൂ. വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് √3 + 1 ആൻഡ് √3 - 1 ആർ സൈഡ്സ് ഓഫ് എ റെക്ടാങ്കിൾ, അതായത് ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ √3 + 1 √3 - 1 ആയാൽ നമ്മളോട് എന്തൊക്കെയാ ചോദിച്ചേ? ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ, അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ആദ്യമേ അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്ക് റെക്ടാങ്കിൾ അവർ തന്നിട്ടുണ്ട്. ആ റെക്ടാങ്കിളിന്റെ ലെന്ത് √3 + 1, അതിന്റെ ബ്രെഡ്ത്ത് √3 - 1, ഇത്രയും അവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ 2 × ലെന്ത് + ബ്രെഡ്ത്ത്, ഈ ഫോർമുല നമുക്കറിയാം. അപ്പം നമുക്ക് ലെന്തും ബ്രെഡ്ത്തും നമുക്കവർ തന്നിട്ടുണ്ട്. therefore പെരിമീറ്റർ ഈസ് ഈക്വൽ ടു √3 + 1 + √3 - 1. അപ്പൊ +1 ഉം -1 ഉം കട്ടായാൽ നമുക്ക് 2 × 2 √3. √3 + √3 എന്ന് പറയുമ്പോൾ അത് 2 √3 വരും. അപ്പൊ നമുക്ക് 4 √3 എന്ന് വരും. ആ √3യുടെ വാല്യൂ നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 4 × അപ്രോക്സിമറ്റ്ലി 1.732, ആ വാല്യൂ അപ്ലൈ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇറ്റ്സ് ഏരിയ, അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക. നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പം നമുക്ക് ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് നമ്മളുടെ ലെന്ത് √3 + 1, ബ്രെഡ്ത്ത് √3 - 1. അപ്പം ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇത് a + b × a - b ഫോമാണ്. അപ്പം നമുക്ക് a² - b², ദാറ്റ് ഈസ് √3² - b² ഈസ് ഈക്വൽ ടു 2 cm². നമുക്ക് ഓരോന്നും സെന്റിമീറ്ററിൽ പ്രത്യേകിച്ച് മെഷർമെന്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് ഇത്രയും യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി. 2 യൂണിറ്റ്സ് എന്ന് പറയുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ലെന്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ, അല്ലെങ്കിൽ ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കുക. നമ്മൾ എങ്ങനെ ഡയഗണലിന്റെ നീളം കണ്ടുപിടിക്കും? സി, നമുക്ക് തന്നിരിക്കുന്നത് ഒരു റെക്ടാങ്കിൾ ആണ്. ആ റെക്ടാങ്കിളിന്റെ ഡയഗണൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇത് √3 + 1 ആണ്, ഇത് √3 + 1 ആണ്, ഇത് √3 - 1 ആണ്. ഈ ഡയഗണൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡയഗണൽ നമുക്കിതൊരു പൈതഗോറിയൻ ട്രയാങ്കിൾ ആണ്. കാരണം ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഡയഗണൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ + ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ d² ഈസ് ഈക്വൽ ടു √3 + 1 the whole square plus √3 - 1 the whole square. ഇത് ചെയ്താൽ മതി. പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടി മക്കൾ എന്താ ചെയ്യണ്ടേ? a + b ഹോൾ സ്ക്വയറിനെ നമ്മൾ a² + 2ab + b² ഫോമിലേക്കൊന്നും ചെയ്യാൻ പോകണ്ട. നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോമുല ഓർത്തിരിക്കുക. സാർ പറഞ്ഞു തരാം. ഒരു സ്റ്റാൻഡേർഡ് ഫോമുല ഓർത്തിരിക്കണം. a + b the whole square plus a - b the whole square is equal to 2 × a² + b². ഇത് മക്കൾ എഴുതി വയ്ക്കുക. a + b the whole square plus a - b the whole square is equal to 2 × a² + b². ഇനി ഇവിടെ മൈനസ് വന്നാൽ എന്ത് ചെയ്യണം? a + b the whole square minus a - b the whole square ഈസ് ഈക്വൽ ടു 4ab. ഈ രണ്ട് ഫോമുലയും മക്കളെ എഴുതി വെക്കുക. ഏതൊക്കെയാണ്?
എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഒന്നാമത്തെ ഫോമുല. രണ്ടാമത്തെ ഫോമുല എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ab. നമ്മൾ ഈ രണ്ട് ഫോമുല പഠിച്ചിരുന്നാൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് പല കണക്കുകളും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താ? നമ്മളിത് ഇവിടെ കണ്ടിരിക്കുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇക്വൽ ടു 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ അങ്ങനെ വരുമ്പം എ എന്ന് പറയുന്നത് √3 ആണ്, ബി 1 ആണ്. അപ്പൊ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 പ്ലസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് 2 ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 8 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് വരും. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 8 യൂണിറ്റ്സ്. അതായത് ഡയഗണൽ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു 8 യൂണിറ്റ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിലേക്കൊക്കെ സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.